ഹായ് ഫ്രണ്ട്സ്, ഏത് ജന്മകൽപ്പനയുടെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ വീട്ടുകാരെത്തുമ്പോൾ വിധിയെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്നത് അഞ്ജലിയാണ് കേട്ടോ. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ കയ്യിലുള്ള നടരാജ വിഗ്രഹം വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് ഇറങ്ങിയതെന്ന് അശ്വിനെ നോക്കി പറയാൻ കേട്ടോ. അശ്വിനാണെങ്കിൽ ഒരു പുച്ഛിച്ച ഒരു ചിരി ചിരിക്കുകയാണേ. അതിനുശേഷം ശ്യാമിൻ്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയണ്ട, അവസരം കിട്ടിയാൽ അഞ്ജലിയെ എങ്ങനെ കൊല്ലാമെന്ന് നോക്കുന്ന ആളാണ് കേട്ടോ ശ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ബോക്സിൽ തേളിനൊക്കെ ഒപ്പിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. ശ്രുതിയാണെങ്കിൽ ഓരോരോ ഡാൻസിലാണ് കേട്ടോ അരങ്ങേറുന്നത്. അങ്ങനെ ശ്രുതിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു ഡാൻസ് അശ്വിനെ അനുകരിച്ചുകൊണ്ട് ഒരാൾ ശ്രുതിയോടൊപ്പം ഡാൻസ് കളിക്കുന്നതാട്ടോ. കാണുമ്പോൾ എല്ലാവരും അന്തം വിട്ടിരിക്കുകയാണേ. അയ്യോ, അശ്വിൻ ഇത് എങ്ങനെ എടുക്കും എന്നുള്ള ഭാവത്തിൽ ഇരിക്കുകയാണേ. അങ്ങനെ അശ്വിൻ ദേഷ്യത്തോടെയാണ് കേട്ടോ ആ ഡാൻസ് നോക്കി കാണുന്നത്. എന്നിട്ട് അവസാനം ചിരിച്ചു പോവുകയാണേ. കാണുമ്പോൾ എല്ലാവർക്കും അത്ഭുതം ആവുകയാണ് കേട്ടോ. എന്നിട്ട് അഞ്ജലി വന്ന് ചോദിക്കുന്നുണ്ട്, കുഞ്ഞാ നീ തന്നെയാണോ ഈ ചിരിക്കുന്നത്? അങ്ങനെ അവസാനം അശ്വിൻ്റെ കൂടെ ശ്രുതി ഡാൻസ് കളിക്കുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ വരാൻ പോകുന്നത്. ഇവരാണെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടാണ് കേട്ടോ ഡാൻസൊക്കെ കളിക്കുന്നത്. ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ നിൽക്കുക കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ശ്യാമിനാണ് കേട്ടോ ദേഷ്യം പിടിക്കുന്നത്. ഒരർത്ഥത്തിന് ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ലല്ലോ. അഞ്ജലിക്ക് വെക്കുന്ന അഞ്ജലിക്കൊന്നും കൊള്ളുന്നുമില്ല. അതിനൊക്കെ കൂടി ദേഷ്യം പിടിച്ചിട്ട് ശ്രുതിയുടെ